ഹായ്, ഞാൻ റഫീഖ് വടകര, അബുദാബിയിൽ സംസാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്നലെ അബുദാബി ഖാലിദിലുള്ള റോയൽ സിനിമയിൽ വെച്ച് ഒരു സിനിമ കണ്ടു. തുടക്കം, ലാലേട്ടന്റെ മകളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ആ മോള് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് പറയേയില്ല. സൂപ്പർ അഭിനയം. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും, ചെറിയ പിഞ്ചു കുട്ടികളും, അതിൽ അഭിനയിച്ചിരിക്കുന്ന പട്ടിയടക്കം ആ ഡോഗ് നന്നായിട്ട് അഭിനയിച്ചെന്ന ഞാൻ പറയുള്ളൂ. ഇതൊരു എന്റെ അഭിപ്രായമാണ്. ലാലേട്ടന്റെ മകൾ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കൊണ്ട്, അതും നായികയായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ കാണാൻ പോയതാണ്. മാത്രമല്ല, ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ സൂപ്പറായിട്ട് ചെയ്തു. പുള്ളി എന്ന കഥാപാത്രം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് നിങ്ങൾ കാണാനുള്ള ആ ഒരു നഷ്ടപ്പെടും. നന്നായിട്ട് അഭിനയിച്ചു. ശരിക്കും ലാലേട്ടനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് മകളും. കാരണം മകളുടെ ഇന്റർവ്യൂ കാര്യങ്ങളും കാണുമ്പോൾ നമുക്കത്ര ഒരു ശരിയാവാത്ത പോലെ ഉണ്ട്. ആ ഒരു പ്രായം, പിന്നെ അവർ സംസാരിക്കാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ലാലേട്ടനെ പോലെ എന്ന് പറയാൻ കാരണം, ഏകദേശം ലാലേട്ടനെ പോലെ തന്നെയാണ് മകളുടെയും അഭിനയം എന്ന് പറയാൻ കാരണം, ലാലേട്ടൻ പൊതുവെ സ്റ്റേജുകളിൽ പോയി കഴിഞ്ഞാലേ, ഇപ്പോഴൊക്കെ പണ്ടൊക്കെ നമ്മളെ മമ്മൂക്കയും അതുപോലെ തന്നെ സുരേഷ് ഏട്ടനെ പോലെയൊക്കെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ആദ്യം സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പുള്ളി വേറെ തന്നെ ഒരു ലോകമാണ്, ഒരു മറിമായമാണ്. അത് എത്രയോ പരിചയമുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഒരു ഓറ പ്രത്യേകിച്ചായിട്ട് വെറും പുള്ളിക്ക് എന്ന പോലെയാണ്. മകളെ ഇന്റർവ്യൂവിൽ കാണുന്നത് പോലെയല്ല മകളുടെ അഭിനയം. സൂപ്പറാണ്. പറ്റുമെങ്കിൽ എല്ലാവരും പോയി കാണുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ഒരു വെറൈറ്റി സ്റ്റോറിയും കൂടെയാണ് അതിൽ അഭിനയിച്ചത്. ഓരോ കഥാപാത്രം, സായികുമാർ ആയിക്കോട്ടെ, എല്ലാവരും ആയിക്കോട്ടെ, പിന്നെ അതിന്റെ എസ്പെഷ്യലി അതിന്റെ ഡയറക്ടർ ജൂഡ് ആന്റണി പറഞ്ഞേ പറ്റൂ. ബിക്കോസ് സാധാരണയിൽ നിന്നും ഇതുപോലത്തെ സ്റ്റോറികൾ ഒരുപാട് വരുന്നതാണല്ലോ, പക്ഷെ സാധാരണയിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു സ്റ്റോറി. എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ പെമ്പിള്ളർ കരാട്ട പോലുള്ള സംഭവങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് പറയുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. കാരണം ഇന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും പെമ്പിള്ളർ സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പോലുള്ളവർ ഇതേപോലത്തെ മാർഷൽ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ശരിക്കും പറയുന്നൊരു സിനിമയും കൂടിയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, എൻ്റെ മകന്റെ ഭാര്യ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഈ പടം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.